അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോൾ. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോൾ. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കുഞ്ഞാടതിൻ വിളക്കാണ്, ഇരുളൊരു ദേശവും അവിടെയില്ല. കുഞ്ഞാടതിൻ വിളക്കാണ്, ഇരുളൊരു ദേശവും അവിടെയില്ല. തരുമെനിക്ക് കിരീടമൊന്ന്, ധരിപ്പിക്കും അവനെന്നെ ഉത്സവ വസ്ത്രം. തരുമെനിക്ക് കിരീടമൊന്ന്, ധരിപ്പിക്കും അവനെന്നെ ഉത്സവ വസ്ത്രം. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അബ്രഹാമിൻ്റെ കാലത്ത് ക്ഷാമം വന്നു. ക്ഷാമം മാറ്റി ക്ഷേമം നൽകുന്ന ദൈവം അബ്രഹാമിന് കുറ്റബോധം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ്. പൂർവ്വപിതാവായ അബ്രഹാം പുണ്യപിതാവാണ്. അബ്രഹാം വിശ്വാസത്തോടെ ദൈവത്തിന് വചനം കേട്ട് പുറപ്പെട്ട ദൈവദാസനാണ്. ദൈവത്തിൻ്റെ വചനത്തിന് ചെവി കൊടുത്ത ദൈവവൈതലാണ്. അനേകം വിശിഷ്ട ഗുണങ്ങളുള്ള അനുഗ്രഹീതനായ ആ ധന്യാത്മാവ് അബ്രഹാം പക്ഷേ യാത്രയിൽ ഒരു അബദ്ധത്തിൽ വീണുപോയി. യാത്രാമധ്യത്തിലാണ് അബ്രഹാം ബേഥേലിനും ഹായിക്ക് മധ്യേ കൂടാരമടിച്ചത്. ബേഥേലിനും ഹായിക്ക് മധ്യേ കൂടാരമടിച്ചപ്പോൾ അബ്രഹാം ഓർക്കേണ്ടതായിരുന്നു, അബ്രഹാമിന് ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടിയവനാണ്, ദൈവത്തിൻ്റെ വചനം ലഭിച്ചവനാണ്. അബ്രഹാം ഓർക്കേണ്ടതായിരുന്നു, ബേഥേൽ ഹൗസ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ഭവനമാണ്. ഹായി ദൈവത്തിൻ്റെ ഭവനമല്ല എന്നല്ല, അത് മാത്രമല്ല, ഹായി ദ ഹീപ്പ് ഓഫ് റൂയിൻസ് നാശങ്ങളുടെ കൂമ്പാരമാണ്. ഹീപ്പ് ഓഫ് റൂയിൻസ് നാശങ്ങളുടെ കൂമ്പാരം. ദൈവത്തിൻ്റെ ഭവനത്തിൽ നിന്ന് നാശത്തിൻ്റെ കൂമ്പാരത്തിൻ്റെ ഇടയിൽ തറ്റുവാർത്തു അബ്രഹാം. പാടില്ലായിരുന്നു. അബ്രഹാം നാശത്തിൻ്റെ അരികത്ത് പോയി പാർക്കരുതായിരുന്നു. അബ്രഹാം ആ സാഹചര്യം ഒഴിവാക്കേണ്ടതായിരുന്നു.
അബ്രഹാം ദൈവത്തിന് വചനം കേട്ട് പുറപ്പെട്ട ദൈവദാസനായതുകൊണ്ട് വിശ്വാസവീരനായി മുന്നേറേണ്ടതായിരുന്നു. നാം തിരുവചനം വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലും ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിലും ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായത്തിലും 4 അധ്യായത്തിൻ്റെ അകൽച്ചയിൽ അബ്രഹാമിൻ്റെ 3 വീഴ്ചകൾ കാണാം. ദൈവദാസന്മാരും വീണുവെന്ന് വരാം, വിശ്വാസവീരന്മാരും വീണുവെന്ന് വരാം. പക്ഷേ വീണെടുത്ത് കിടക്കുകയില്ല, വീണെടുത്തുനിന്ന് ചാടി എഴുന്നേൽക്കും. അതാണ് അബ്രഹാമിന് കിട്ടിയ ഗുണം. അബ്രഹാം അവിടെ കൂടാരമടിച്ചു, ക്ഷാമം വന്നു. അരുതാത്തയിടത്ത് നിന്നു, ക്ഷാമം വന്നു. അരുതാത്തയിടത്ത് പാർത്തു, ക്ഷാമം വന്നു. ഒരിക്കലും അങ്ങോട്ട് ചെല്ലാൻ പാടില്ലാത്തയിടത്ത് അബ്രഹാം ചെന്ന് പാർത്തു. ഈ ഹീപ്പ് ഓഫ് റൂയിൻസ് എന്ന് പറയുന്ന 2 കൂമ്പാരങ്ങളുടെ ഇടയിൽ അബ്രഹാം കൂടാരമടിച്ചു. പാടില്ലായിരുന്നു. നാശത്തിൻ്റെ കൂമ്പാരത്തിൻ്റെ ഇടയിലേക്ക് അബ്രഹാം നീങ്ങണ്ടായിരുന്നു. എന്നാൽ അബ്രഹാമോടെ കൂടാരം അടിച്ചതുകൊണ്ട് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ക്ഷാമം വന്നു. അബ്രഹാം ക്ഷാമം വന്നപ്പോൾ ഇനി എന്താണ് പോകാൻ വഴിയെന്ന് ഓർത്തു. എന്താണ് ഇതിന് പരിഹാരം? അബ്രഹാം ഈജിപ്തിലേക്ക് ഇറങ്ങിപ്പോയി, മിസ്രയീമിലേക്ക് ഇറങ്ങിപ്പോയി. മിസ്രയീം ഫലസമൃദ്ധിയുള്ള സ്ഥലമാണ്, ഫലഭൂയിഷ്ടമായ സ്ഥലമാണ്, നല്ല വളക്കൂറുള്ള മണ്ണാണ്, സമൃദ്ധിയുള്ള വിളവെടുപ്പാണ്. അവിടെ ചെന്നാൽ പട്ടിണി ഉണ്ടാവുകയില്ലോ എന്നോർത്തു മിസ്രയീമിലേക്ക് ഇറങ്ങിപ്പോയി. അതുമൂലം 7 കനത്ത നഷ്ടങ്ങളുണ്ടായി. ദൈവദാസൻ ദൈവ വഴി വിട്ട് മാറിപ്പോയാൽ നഷ്ടങ്ങൾ നേരിടേണ്ടി വരും, കനത്ത നഷ്ടങ്ങൾ നേരിടേണ്ടി വരും. ദൈവമക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കൂ. നിങ്ങൾ തെറ്റായ ദിശയിലേക്ക് നീങ്ങിയാൽ, തെറ്റായ വഴിയിലേക്ക് നീങ്ങിയാൽ കനത്ത നാശങ്ങൾ വരും. സൂക്ഷിക്കൂ. അപകടം വരുന്നതിന് മുൻപ് അപകടം പതിയിരിക്കുന്നത് കണ്ടുകൊണ്ട് വേഗം നിങ്ങൾ വഴിമാറിപ്പോകൂ. ദൈവത്തിന് സ്തോത്രം. വേഗം നിങ്ങൾ ഗതി മാറ്റൂ, നിങ്ങളുടെ വഴി നിങ്ങൾ മാറിക്കൊള്ളൂ. അബ്രഹാമിന് 7 നഷ്ടങ്ങളുണ്ടായി. അബ്രഹാമിന് മാത്രമല്ല, ലോകത്തിന് നഷ്ടമുണ്ടായി. അബ്രഹാം ഒരാൾ വഴി വിട്ട് പോയതുകൊണ്ട്, ഈജിപ്തിലേക്ക് പോയതുകൊണ്ട് 7 നഷ്ടങ്ങളുണ്ടായി. കനത്ത നഷ്ടങ്ങളായിരുന്നു. നാം തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് വായിക്കാം 12-ാം അധ്യായം 10-ാം വാക്യം മുതൽ. ദേശത്ത് ക്ഷാമമുണ്ടായി. ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് അബ്രാം മിസ്രയീമിൽ ചെന്ന് പാർപ്പാൻ അവിടേക്ക് പോയി. മിസ്രയീമിൽ എത്തുമാറായപ്പോൾ അവൻ തൻ്റെ ഭാര്യ സാറായിയോട് പറഞ്ഞത്, ഇതാ നീ സൗന്ദര്യമുള്ള സ്ത്രീയെന്ന് ഞാൻ അറിയുന്നു. മിസ്രയീമ്യർ നിന്നെ കാണുമ്പോൾ ഇവൾ അവൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് എന്നെ കൊല്ലുകയും നിന്നെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യും. നീ എൻ്റെ സഹോദരിയെന്ന് പറയണം. എന്നാൽ നിന്റെ നിമിത്തം എനിക്ക് നന്മ വരികയും ഞാൻ ജീവിച്ചിരിക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം ഭാര്യയോട് പറയുകയാണ്. പറഞ്ഞത് ഒരു വിശ്വാസവീരനാണെന്ന് ഓർക്കണം, വിശ്വാസിയുടെ പിതാവാണെന്ന് ഓർക്കണം. തൽക്കാലത്തെ രക്ഷയ്ക്ക് വേണ്ടി ഒരു ചെറിയ കളവ്, മുഴുവൻ കളവല്ല, അർത്ഥസത്യം പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് അബ്രഹാം വിചാരിച്ചു. ഒരു പാതി നേര്, പാതി നുണ, അർത്ഥസത്യം. അബ്രഹാം നുണ പറയരുതെന്നറിയാം. അബ്രഹാം വിശ്വാസിയാണല്ലോ. അതുകൊണ്ട് കുഴപ്പമില്ല, വലിയ തെറ്റ് വരികയില്ല. നീ എൻ്റെ സഹോദരി എന്ന് നീ പറഞ്ഞാൽ മതി. സാറായിയോട് പറയുകയാണ്, ഭാര്യയോട് പറയുകയാണ്, നീ എൻ്റെ ഭാര്യ എന്ന് പറയണ്ട. ഭാര്യ എന്ന് പറഞ്ഞാൽ മിസ്രയീമ്യർ നിന്നെ സുന്ദരിയെന്ന് കണ്ട് നിന്നെ രക്ഷിക്കും, പക്ഷേ എന്നെ കൊന്നുകളയും. നിന്നെ അവരെ രക്ഷിക്കും, എന്നെ കൊന്നുകളയും. നീ പറയരുത് നീ എൻ്റെ ഭാര്യയാണെന്ന്, നീ എൻ്റെ സഹോദരിയാണെന്ന് പറഞ്ഞാൽ മതി. പച്ചക്കള്ളമല്ല. എന്നാൽ അതിനകത്തൊരു സത്യമുണ്ട്, അതിൽ അസത്യവുമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ കാണാം അബ്രഹാം പറഞ്ഞതിൻ്റെ പൊരുൾ എന്ത് എന്ന്. വാസ്തവത്തിൽ അവൾ എൻ്റെ പെങ്ങളാകുന്നു, എൻ്റെ അപ്പൻ്റെ മകൾ, എൻ്റെ അമ്മയുടെ മകൾ അല്ലതാനും. എൻ്റെ അപ്പൻ്റെ മകൾ, എൻ്റെ അമ്മയുടെ മകൾ അല്ലതാനും. അമ്മ 2, അപ്പൻ 1. അപ്പോൾ പെങ്ങളല്ലേ? അപ്പൻ 1, അമ്മ 2. അപ്പൻ 1, അമ്മ 2. അപ്പൻ്റെ ഒരു ഭാര്യയുടെ മകൻ അബ്രഹാം, അപ്പൻ്റെ വേറൊരു ഭാര്യയുടെ മകള് സാറ. വാസ്തവത്തിൽ സഹോദരിയാണ്, എന്നാൽ ഇപ്പോൾ ഭാര്യയാണ്. സഹോദരി എന്ന് പറഞ്ഞാൽ അതിലല്പം വ്യാജമുണ്ട്. അബ്രഹാം ഭാര്യയോട് പറയുകയാണ്, നീ എൻ്റെ സഹോദരി എന്ന് പറയണം. ദൈവമക്കൾ ശ്രദ്ധിക്കൂ. ഒരു വാക്കിൽ കൊടുക്കാൻ പിശാച് നോക്കി നിൽക്കുകയാണ്. ഒരു വാക്കിൽ, ആ വാക്കിൽ സൂക്ഷ്മതയോടെ പ്രയോഗിച്ചില്ലെങ്കിൽ വളരെ വലിയ അപകടങ്ങൾ പതിയിരിക്കുന്നു. അബ്രഹാം തന്ത്രം പ്രയോഗിച്ചു. ഹീ ലോസ്റ്റ് ഹിസ് ഹോളിനെസ്. അബ്രഹാമിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു. അബ്രഹാമിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു. ദൈവജനമേ,
നിങ്ങൾക്ക് ഒരു വാക്കിലോ നോക്കിലോ വിശുദ്ധി നഷ്ടപ്പെടുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരു കാരണവശാലും വിശുദ്ധി നഷ്ടപ്പെടരുത്. നിങ്ങൾ കരുതലോടിരിക്കുക. വിശുദ്ധി നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ തീരാ നഷ്ടമായിരിക്കും. ഒരു വാക്കിൽ പോലും പിഴ പറ്റരുത്, ഒരു വാക്കിൽ പോലും ഒരു തെറ്റ് പറ്റരുത്. വളരെ കരുതലോടെ വേണം വാക്ക് ഉപയോഗിക്കാൻ. ഒരിക്കൽ ഒരധ്യാപകൻ കെമിസ്ട്രി ക്ലാസ്സിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അധ്യാപകൻ പിള്ളേരെ അടുക്കൽ വിളിച്ചു. പിള്ളേർ ചെറുപ്പക്കാരല്ലേ, അവരടുക്കൽ വിളിച്ചു. അധ്യാപകൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇന്ന് മദ്യത്തിൻ്റെ വിപത്ത് ഞാൻ കാണിച്ചു തരാം. മദ്യത്തിൻ്റെ വിപത്ത്. അദ്ദേഹം ഒരു പാത്രത്തിൽ മദ്യം വെച്ചു. എന്നിട്ട് ഈ അധ്യാപകൻ പിള്ളേരോട് പറഞ്ഞു, നിങ്ങൾ ഈ പാത്രത്തിലുള്ള ഈ ചെറു കീടങ്ങൾ, ചെറിയ പുഴുക്കൾ ഈ മദ്യത്തിലേക്ക് ഇടുക. അവരിട്ടു. മദ്യത്തിലേക്ക് പുഴുക്കൾ ഇട്ടപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പുഴുക്കളെല്ലാം ചത്തുപോയി. അപ്പോൾ അധ്യാപകൻ പറഞ്ഞു, കണ്ടില്ലേ, മദ്യം നമുക്ക് ജീവഹാനി വരുത്തുന്നതാണ്. പുഴുക്കൾ ചത്തത് കണ്ടില്ലേ? നല്ല ജീവനുള്ള പുഴുക്കൾ മദ്യത്തിൽ വീണപ്പോൾ അത് ചത്തുപോയി. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾക്കിതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഒരു കുട്ടി പറഞ്ഞു, വളരെ വ്യക്തമാണല്ലോ, മദ്യം കുടിച്ചാൽ അപകടമാണ്, അത് ദോഷമാണ്, അത് വിഷമാണ്, ഒരിക്കലും ഉപയോഗിക്കരുത്. വേറെ കുട്ടി പറഞ്ഞു, സത്യം, മദ്യം തൊടരുത്, മദ്യം രുചിക്കരുത്, മദ്യം കുടിക്കരുത്. അപ്പോൾ അല്പം ഒരു വളഞ്ഞ ബുദ്ധിയുള്ളൊരു പയ്യൻ അവിടെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്തും തിന്മയായി കാണുന്ന ഒരു കൊച്ചൻ, എന്ത് കേട്ടാലും അതിൻ്റെ ആ മറുപുറം കാണുന്നവൻ. അവൻ പറഞ്ഞു, സാറേ, എനിക്ക് മനസ്സിലായത് അങ്ങനെയല്ല. ഈ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഉദരത്തിൽ, ആമാശയത്തിൽ ചെറു കീടങ്ങളും പുഴുക്കളൊക്കെ ഉണ്ടല്ലോ, മദ്യം കുടിച്ചാൽ അതൊക്കെ ചത്തുപോയിക്കൊള്ളുമല്ലോ എന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലായോ? ചെറുകീടങ്ങളും പുഴുക്കളും ചാവാൻ മദ്യം നല്ലതാണെന്ന് വെച്ചാൽ അവൻ ആ വശമാണ് കണ്ടത്. അതിൻ്റെ അപ്പുറത്തുള്ള വശമാണ് കണ്ടത്. വേണ്ടാത്ത വശം കാണുന്നു. ഒരു വാക്ക്, വേണ്ടാത്ത വശം കാണുന്ന വാക്ക്, അരുതാത്തത് കാണുന്നു. ഒരു വാക്കിൽ പിടിച്ച് അതിൽ എന്ത് കുറ്റമുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ നോക്കുന്നു. ഒരു വാക്കിൽ പിടിച്ച് അതിൽ പിടിച്ചുകൊണ്ട് എങ്ങനെ ആക്രമിക്കാൻ പറ്റുമെന്ന് നോക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അനേകർക്ക് പറ്റുന്ന അപകടം ഇതാണ്. അബ്രഹാമിന് അപകടം വന്നു. അബ്രഹാമിന് വിശുദ്ധി നഷ്ടപ്പെട്ടു. ഹി ലോസ്റ്റ് ഹിസ് ഹോളിനെസ്. അവൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു. നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെടുന്ന വാക്കുകൾ വല്ലതും വരാറുണ്ടോ? നാം അർത്ഥസത്യങ്ങൾ പറയാറുണ്ടോ? നേരല്ലേ ആണ് നേരാണ്, എന്നാൽ നുണയാണോ നുണയാണ്, രണ്ടുമാണ്. പക്ഷേ അങ്ങനെ വരരുത്. നിങ്ങളുടെ വാക്ക് എപ്പോഴും ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ എന്ന് കർത്താവ് പറഞ്ഞു. ആദ്യത്തെ പ്രസംഗത്തിൽ കർത്താവ് പറഞ്ഞതാണ്, നിങ്ങളുടെ വാക്ക് എപ്പോഴും ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. അതിലധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു, ദുരാത്മാക്കളിൽ നിന്ന് വരുന്നു. ദുരാത്മാവിനിടം കൊടുത്തു. അബ്രഹാമിന് ഈ ക്ഷാമം മൂലം വന്ന വലിയ കെടുതിയാണത്. ഈജിപ്തിലേക്ക് പോയത് മൂലം വന്ന കെടുതിയാണ്. ഈജിപ്തിൽ ചെന്ന് അവിടെ താമസിക്കാൻ അബ്രഹാം തയ്യാറായത് മൂലം വന്ന കെടുതിയാണ്. സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിൽ നാം ശോധന ചെയ്യുക. എവിടെയെങ്കിലും നമ്മുടെ ഒരു വാക്കിൽ തെറ്റ് പറ്റിയിട്ടുണ്ടോ? നമ്മുടെ വാക്ക് ആർക്കെങ്കിലും തെറ്റായൊരു ധാരണ കൊടുക്കാനിടയായിട്ടുണ്ടോ? നമ്മുടെ വാക്ക് മൂലം ഏതെങ്കിലും നാശനഷ്ടങ്ങൾ വന്നു പോയിട്ടുണ്ടോ? ആർക്കെങ്കിലും നാശം വന്നു പോയിട്ടുണ്ടോ? ആർക്കെങ്കിലും ദോഷം വന്നു പോയിട്ടുണ്ടോ? ഞാൻ ഓർക്കുന്നു, ഞാൻ അധ്യാപകനായിരുന്നപ്പോൾ അന്ന് ഞാൻ വളരെ സൂക്ഷിച്ച് സംസാരിച്ചിരുന്നു. കുട്ടികളിൽ ഒരുപക്ഷെ എന്തെങ്കിലും ഒരു കുറവ് കണ്ടാലും ഞാൻ അത് വളരെ സൗമ്യമായി അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഞാൻ അവരെ പ്രോത്സാഹിപ്പിക്കും. ഇക്കാര്യം കുറവാണെങ്കിലും എന്നാൽ വേറെ എത്രയോ നല്ല വശങ്ങളുണ്ട് എന്ന് ഞാൻ പറയും. അങ്ങനെ പറയുമ്പോൾ അവർക്കൊരു അപ്ലിഫ്റ്റ് കിട്ടും, അവർക്കൊരു ഉദ്ധാരണം ലഭിക്കും, അവർക്കൊരു ഉയർച്ച ലഭിക്കും. എന്നിട്ട് പയ്യെ അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കും. ഞാനെൻ്റെ അനുഭവം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, എപ്പോഴും നല്ല വശങ്ങൾ കാണാൻ നാം ശ്രമിക്കണം. നമ്മുടെ വാക്കുകൾ എപ്പോഴും നല്ലതായിരിക്കണം. നമ്മുടെ വാക്ക് ശ്രദ്ധയോടുകൂടിയായിരിക്കണം. ഹോളിനെസ് നഷ്ടപ്പെടുത്തുന്നത്, പരിശുദ്ധി നഷ്ടപ്പെടുന്ന ഒരു വാക്ക് നമ്മിൽ നിന്ന് വരരുത്. വളരെ കരുതലോടെ വേണം വാക്ക് സൂക്ഷിക്കാൻ. അബ്രഹാമിന് വിശുദ്ധി നഷ്ടപ്പെട്ടു. രണ്ടാമത് അബ്രഹാം പറ്റിയ അപകടം, അബ്രഹാമിന് അവൻ്റെ സമയം നഷ്ടപ്പെട്ടു. ഈജിപ്തിൽ പോയിടത്തോളം കാലം സമയം നഷ്ടപ്പെട്ടു. എത്ര കാലം അവിടെ താമസിച്ചുവോ അത്രയും കാലം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ലാപ്സായിപ്പോയി, പാഴായിപ്പോയി. സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ. പാഴായിപ്പോയ കാലങ്ങൾ, നഷ്ടം വന്ന കാലങ്ങൾ. അയ്യോ, ഇന്ന് ഓർക്കുമ്പോൾ വേണ്ടായിരുന്നു തോന്നുന്നു. വേണ്ടായിരുന്നു, അവിടെ പോകണ്ടായിരുന്നു.
അവിടെ പോയി സംസാരിക്കണ്ടായിരുന്നു, ആ കൂട്ടുകെട്ടിൽ പോകണ്ടായിരുന്നു. എന്താണ് എനിക്കങ്ങനെ തോന്നിയത്? വേണ്ടായിരുന്നു. ഇന്ന് തോന്നുന്നുണ്ട്, പക്ഷേ നഷ്ടപ്പെടാനുള്ള നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പാഴായിപ്പോയ സമയങ്ങൾ. ഈ ലോസ്റ്റ് ഹിസ് ടൈം. അവൻ്റെ ജീവിതത്തിൽ സമയം നഷ്ടപ്പെട്ടു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്കൂ. നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ അബദ്ധങ്ങൾ, അപകടങ്ങൾ ഉഴപ്പിക്കളയണ്ടായിരുന്നു. പഠിക്കേണ്ട സമയത്ത് പഠിച്ചോളാമായിരുന്നു. ജോലി ചെയ്യേണ്ട സമയത്ത് ജോലി ചെയ്തോളാമായിരുന്നു. അലസമായി ഇരിക്കേണ്ടായിരുന്നു. അലസമായും അനാവശ്യമായും സമയം ചെലവഴിക്കേണ്ടായിരുന്നു. സമയം വിലയേറിയതാണ്. സമയം ആർക്കും വേണ്ടി കാത്തു നിൽക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി സമയം കാത്തു നിൽക്കുകയില്ല. സമയം പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പോഴത്തെ ഈ സെക്കൻഡ് അടുത്ത നിമിഷം മുതൽ പിന്നെ ലോകത്ത് ആയുസ്സിൽ കിട്ടുകയില്ല. ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം ഇനി ആയുസ്സിൽ ഒരിക്കലും കിട്ടുകയില്ല. ലോസ്റ്റ് ടൈം. സമയം നഷ്ടപ്പെടുത്തി. വിശുദ്ധി നഷ്ടപ്പെട്ടു, സമയം നഷ്ടപ്പെട്ടു. മൂന്നാമത്തെ കാര്യം, ഹീ ലോസ്റ്റ് ഹിസ് ടെസ്റ്റിമണി. അവൻ്റെ സാക്ഷ്യം നഷ്ടപ്പെട്ടു. അബ്രഹാമിനൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു. വിശ്വാസിയാണ് എന്നുള്ള സാക്ഷ്യം ഉണ്ടായിരുന്നു. വിശ്വാസ വീരനാണെന്നുള്ള സാക്ഷ്യം ഉണ്ടായിരുന്നു. അബ്രഹാമിന് പറഞ്ഞാൽ പറഞ്ഞത് തന്നെ എന്നുള്ള സാക്ഷ്യം ഉണ്ടായിരുന്നു. അബ്രഹാമിൻ്റെ വാക്കിനൊരു വിലയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴുണ്ട്, അബ്രഹാമിൻ്റെ സാക്ഷ്യം നഷ്ടപ്പെട്ടു. അബ്രഹാം പറഞ്ഞു, അവൾ എൻ്റെ സഹോദരി എന്ന്. ഈ സാറ, അബ്രഹാമിൻ്റെ ഭാര്യ, ഫറവോൻ്റെ കൊട്ടാരത്തിൽ അന്തഃപുരത്തിൽ പോകേണ്ടി വന്നു. അത് വിസ്തരിക്കാൻ എനിക്ക് കഴിവില്ല, അതുകൊണ്ട് ഞാനത് വിസ്തരിച്ച് പറയുന്നില്ല. ഏതായാലും സംഭവിക്കരുതാത്തത് ചിലത് സംഭവിച്ചു പോയി. ഒരിക്കലും സംഭവിക്കരുതാത്ത ചില കാര്യങ്ങൾ സംഭവിച്ചു പോയി. ഫറവോൻ അബ്രഹാമിനോട് ചോദിച്ചു, നീ എന്താണ് എന്നോട് നുണ പറഞ്ഞത്? നീ എന്താണ് ഇങ്ങനെ ചെയ്തത്? ഞാൻ നിന്നെ ഇങ്ങനെയല്ലല്ലോ വിചാരിച്ചത്. നീ നുണ പറയുമെന്ന് ഞാൻ കരുതിയില്ലല്ലോ. നിൻ്റെ സഹോദരി എന്നല്ലേ നീ പറഞ്ഞത്? ഇവൾ നിൻ്റെ ഭാര്യയാണെന്ന് നീ പറഞ്ഞില്ലല്ലോ. എന്തുകൊണ്ട് നീ എന്നെ കബളിപ്പിച്ചു? ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, അബ്രഹാമിൻ്റെ ടെസ്റ്റിമണി നഷ്ടപ്പെട്ടു. അബ്രഹാമിൻ്റെ സാക്ഷ്യം നഷ്ടപ്പെട്ടു. സാക്ഷ്യം ഒരിക്കലും നഷ്ടപ്പെടരുത്. നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ, നാം പ്രവർത്തിക്കുന്ന പ്രവർത്തന രംഗത്ത്, നാം ജോലി ചെയ്യുന്ന ഓഫീസിൽ, നാം പണിയെടുക്കുന്ന പാടത്ത്, കൃഷിപ്പാടത്ത്, നാം പണിയെടുക്കുന്ന പറമ്പിൽ, റബ്ബർ വെട്ടുന്ന പറമ്പിൽ, പ്രിയപ്പെട്ടവരെ, നാം എവിടെയെല്ലാം ജോലി ചെയ്യുന്നു, എവിടെയെല്ലാം ആയിരിക്കുന്നു, അവിടെ സാക്ഷ്യമുള്ളവരായി നിൽക്കുക. ഇന്ന് ഈ വാക്കുകൾ കേൾക്കുന്ന ബഹുജനങ്ങളിവിടെ ഇരിക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ വിശ്വസ്തരാണോ? ജോലി ചെയ്യുന്നതിൽ കാര്യക്ഷമതയുള്ളവരാണോ? ജോലി ചെയ്യുന്നതിൽ ആത്മാർത്ഥതയുള്ളവരാണോ? നല്ല സാക്ഷ്യമുള്ള ജീവിതമാണോ നിങ്ങൾ ജോലി സ്ഥലത്ത് നിങ്ങൾ കാഴ്ചവെക്കുന്നത്? ജോലി സ്ഥലത്ത് സാക്ഷ്യം വേണം. ദൈവത്തിന് സ്തോത്രം. ജോലി ചെയ്യുന്നിടത്ത് അപവാദം പറഞ്ഞാലും ശരി, നിങ്ങളുടെ ജീവിതത്തിൽ സാക്ഷ്യം ഉണ്ടായിരിക്കണം. കുറ്റം പറയുന്നവർ കാണുമായിരിക്കും, ഇല്ലാത്തത് പറയുന്നത് കാണുമായിരിക്കും. ഇല്ലാത്തത് പറയുന്നത് ബഹുജനങ്ങളുടെ മധ്യത്തിലല്ലേ നാം നിൽക്കുന്നത്. അപവാദം പറയുന്നവരുടെ കൂടെയല്ലേ നാം നിൽക്കുന്നത്. ശരിയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, നാം രഹസ്യങ്ങൾ കാണും ദൈവം നോക്കുമ്പോൾ നമ്മുടെ ജോലി വിശ്വസ്തയോടെ ചെയ്യുന്നവരായിരിക്കണം. ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്നവരായിരിക്കണം. ആത്മാർത്ഥതയ്ക്ക് പ്രതിഫലമുണ്ട്. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. അല്പത്തിൽ വിശ്വസ്തനാണെങ്കിൽ അധികത്തിന് വിചാരകനാകും. ദൈവത്തിന് സ്തോത്രം. ജോലി ചെയ്യുന്ന അനേകം ആളുകളോട് ഇരിക്കുന്നുണ്ടല്ലോ. ഓരോ തരത്തിലുള്ള മേഖലകളിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത്. നിങ്ങൾ ജോലി ചെയ്യുന്ന മേഖലകളിൽ, നിങ്ങൾ ആ ഓഫീസിൽ അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിങ്ങൾ മികവേറിയ ഒരു വ്യക്തിയായിരിക്കണം. നിങ്ങളുടെ ജീവിതം മാതൃകാപരമായിരിക്കണം. നിങ്ങളുടെ ജോലി ഏറ്റവും മികവുള്ളതായിരിക്കണം. ഏറ്റവും വിശ്വസ്തൻ എന്നുള്ള ഒരു പേര് നിങ്ങൾ സമ്പാദിക്കണം. ആ കൂട്ടായ്മയിൽ പോകുന്ന ദൈവദാസനാണത്. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൽ പോകുന്ന ദൈവദാസിയാണവൾ. അവളുടെ ജീവിതമുണ്ടല്ലോ, ജോലി അല്പം പോലും ഉഴപ്പുകയില്ല എന്ന് മറ്റുള്ളവർക്ക് തോന്നണം. ചിലർ പറഞ്ഞില്ല എന്ന് വരും, പക്ഷേ അവർക്കുള്ളിൽ തോന്നണം. അങ്ങനെ തോന്നുമെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവർക്കൊരു ഭയം ഉണ്ടായിരിക്കും. നിങ്ങൾ ഭയം ഉണ്ടാക്കുകയല്ല, അവരുടെ ഉള്ളിൽ ഭയം ഉണ്ടായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ജോലിയിൽ വിശ്വസ്തത, ജോലിയിൽ കാര്യക്ഷമത, ജോലിയിൽ ആത്മാർത്ഥത, ജോലിയിൽ ചുമതലാബോധം, ജോലിയിൽ ഏറ്റവും എൻ്റേത് എന്നുള്ള ഒരു ചിന്ത, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും എല്ലാം കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുന്നു. അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിലെ സമയനിഷ്ഠ, നിങ്ങളുടെ ജീവിതത്തിലെ കൃത്യനിഷ്ഠ, ഇതൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കണം. ഒരു കാര്യം വ്യക്തം, നിങ്ങൾ അല്പത്തിൽ വിശ്വസ്തരാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം കാണാതിരിക്കുകയില്ല. അധികത്തിലേക്ക് നിങ്ങൾ നടത്തിക്കൊള്ളും, ഔന്നത്യത്തിലേക്ക് നിങ്ങളെ കയറ്റിക്കൊള്ളും. നിങ്ങൾ വിശ്വസിക്കൂ. സഹോദരീ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തെ നോക്കുക. ടെസ്റ്റ് മണി നഷ്ടപ്പെട്ട കാര്യങ്ങൾ വല്ലതും വന്നു പോയിട്ടുണ്ടോ? ടെസ്റ്റ് മണി നഷ്ടപ്പെട്ടത്, അരുതാത്ത രംഗത്ത് പോയി നിന്നത്, അരുതാത്ത കൂട്ടുകെട്ടിൽ പോയി നിന്നത്, ചീട്ടുകളി സംഘങ്ങളിൽ പോയി നിന്നത്. ഞാൻ ചീട്ട് കളിച്ചില്ലല്ലോ എന്നാണ് നിങ്ങൾ പറയുന്നത്. ഇല്ലില്ല, എനിക്ക് ചീട്ടുകളിയൊന്നുമില്ല, അവിടെ പോയി നിന്നേ ഉള്ളൂ. ഞാൻ മദ്യപിച്ചില്ലല്ലോ, ഞാൻ ആ കൂട്ടത്തിൽ പോയി ഇരുന്നു എന്നേ ഉള്ളൂ. പ്രിയപ്പെട്ടവനെ, നീ പറയുന്നത് ദൈവം അംഗീകരിക്കുകയില്ല.
നീ ആ കൂട്ടത്തിൽ പോയി ഇരുന്നെങ്കിൽ നിന്നെ ദൈവം ഒരു വിശുദ്ധനായി കാണുകയില്ല. നീ വളരെ കരുതലോടെ നിൽക്കുക. ഓരോ സ്റ്റെപ്പും വളരെ സൂക്ഷ്മതയോടെ വയ്ക്കുക. ദൈവത്തിന് സ്തോത്രം. 1, ഹി ലോസ്റ്റ് ഹിസ് ഹോളിനെസ്, അവൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു. 2, ഹി ലോസ്റ്റ് ഹിസ് ടൈം, അവൻ്റെ സമയം നഷ്ടപ്പെട്ടു. 3, ഹി ലോസ്റ്റ് ഹിസ് ടെസ്റ്റിമണി. 4-മത്തെ എന്താണ്? ഹി ലോസ്റ്റ് ഹിസ് റിലേഷൻ, അവൻ്റെ ബന്ധം നഷ്ടപ്പെട്ടു. അതെന്താണ് ബന്ധം? അവൻ്റെ സ്വന്തം സഹോദരപുത്രനായ ലോത്തുണ്ടായിരുന്നു. മിസ്രൈമിൽ പോയത് മുതൽ അബ്രഹാമിന് ദാസിദാസന്മാരും ആടുമാടുകളും പെരുകി. അതോടുകൂടെ അബ്രഹാമിൻ്റെ സഹോദരപുത്രനായ ലോത്തുമായി അകൽച്ചയ്ക്ക് കാരണമായി തീർന്നു. ഹി ലോസ്റ്റ് ഹിസ് റിലേഷൻഷിപ്പ്, ചില ബന്ധങ്ങൾ അകന്നു പോകാൻ കാരണമായി. നമ്മുടെ ജീവിതത്തിൽ തെറ്റായ ഒരു സ്റ്റെപ്പ് എടുത്താൽ ചില ബന്ധങ്ങൾ അകന്നു പോകും, സ്നേഹബന്ധങ്ങൾ അകന്നു പോകും, ചാർച്ചകൾ അകന്നു പോകും. ഓർക്കുക, സ്നേഹബന്ധങ്ങൾ അകന്നു പോകാൻ ഇടവരരുത്. 4-മത്തെ കാര്യം എന്താണ്? ഹീ ലോസ്റ്റ് ഹിസ് ഫാമിലി പീസ്, കുടുംബ സമാധാനം നഷ്ടപ്പെട്ടു. കാരണം എന്താണെന്നറിയാമോ? അബ്രഹാമിന് ആ മിസ്രൈമിൽ നിന്ന് ഒരു വേലക്കാരിയെ കിട്ടി, ഈജിപ്തിൽ നിന്നൊരു വേലക്കാരിയെ കിട്ടി. അവളുടെ പേര് ഹാഗാർ എന്നാണ്. ഹാഗാർ വീട്ടിൽ വേലക്കാരിയായി വന്നു. പക്ഷേ ഈ വേലക്കാരി മൂലം കുടുംബ സമാധാനം നഷ്ടപ്പെട്ടു. അതൊന്നും വിവരിക്കാൻ ത്രാണി എനിക്കില്ല. ആ വേലക്കാരി ഹാഗാർ എന്ന് പറയുന്ന ആ ഒരൊറ്റ സ്ത്രീ മൂലം കുടുംബ സമാധാനം നഷ്ടപ്പെട്ടു. അബ്രഹാമും ഭാര്യ സാറായും പൂർണ്ണ സന്തോഷമുള്ളൊരു കുടുംബമായിരുന്നു. അവരുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടായിരുന്നു. പക്ഷേ ഈ മിസ്രയീം ദാസി അവിടെ വന്നത് മുതൽ കുടുംബത്തിൽ അലോസരമായി. അവൾ അബ്രഹാമിൻ്റെ കിടപ്പറയിൽ ചെല്ലാനിടയായി. അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീർന്നു. അബ്രഹാമിൻ്റെ കിടപ്പറ വീതിക്കപ്പെട്ടു. അബ്രഹാമിൻ്റെ കിടപ്പറ വിഭജിക്കപ്പെട്ടു. ഞാൻ പറയുന്നതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലാകുമോ? ഈ ഹാഗാർ എന്ന് പറയുന്ന ആ സ്ത്രീ വേലക്കാരി ആ കുടുംബത്തിൽ വന്നതുമൂലം കുടുംബ സമാധാനം നഷ്ടപ്പെട്ടു. സൂക്ഷിക്കുക, കുടുംബ സമാധാനം നഷ്ടപ്പെടാനിട വരരുത്. എപ്പോഴും നോക്കണം, കുടുംബത്തിലുള്ള ഹാർമണി നിങ്ങൾ സൂക്ഷിക്കണം, കുടുംബത്തിൽ ഐക്യം നിങ്ങൾ സൂക്ഷിക്കണം, കുടുംബത്തിൽ ഒരു മനസ്സ് നിങ്ങൾ സൂക്ഷിക്കണം. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഒരു സ്റ്റെപ്പ് മൂലം, നമ്മുടെ ഒരു ചുവടുവെപ്പ് മൂലം കുടുംബ സമാധാനം നഷ്ടപ്പെടരുത്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും തമ്മിലുള്ള സ്നേഹബന്ധത്തിൽ അല്പം പോലും അയവ് വരാനിട വരരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരീ സഹോദരങ്ങളെ, ഞാൻ ഈ നാട്ടുകാരനാണല്ലോ, ഞാൻ നിങ്ങളുടെ എല്ലാവർക്കും, ഇവിടെ നാട്ടിലുള്ള എല്ലാവർക്കും പരിചിതനാണല്ലോ. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും ഒരുപോലെ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ കൗതുകത്തോടെ കേട്ടു. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ സാറും ആലിസാൻ്റെയും ഒന്നാണ് എന്ന്, ഹൃദയം ഒന്നാണ് എന്ന് ഞാൻ സന്തോഷത്തോടെ പറയുകയാണ്, സമാധാനത്തോടെ പറയുകയാണ്. ഒന്നാണ്. അവിടെ അകൽച്ചകളില്ല, അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളില്ല, അവിടെ സ്നേഹം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കേട്ട അത്ഭുതം തോന്നും. പൊട്ടിച്ചിരികളാണ്, ചിലപ്പോൾ തമാശകളാണ്, വ്യർത്ഥമായ സംഭാഷണങ്ങളല്ല, പക്ഷേ വിലയുള്ള കാര്യങ്ങളാണ്. ഞങ്ങളുടെ ജീവിതം സന്തോഷമുള്ളതാണ്, ഞങ്ങളുടെ ജീവിതം സമാധാനമുള്ളതാണ്. അവിടെ വിടവുകളില്ല, അവിടെ അകൽച്ചകളില്ല, അവിടെ വൈഭിന്യങ്ങളില്ല. അവിടെ സമാധാനവും സന്തോഷവും സ്നേഹവും മാത്രം. നിറഞ്ഞ സ്നേഹം, നിറഞ്ഞ സന്തോഷം. ദൈവത്തിന് സ്തോത്രം. ഇത് കേൾക്കുമ്പോൾ ചിലർ നെടുവീർപ്പെടുന്നുണ്ട്, എൻ്റെ കർത്താവേ, എൻ്റെ കുടുംബത്തിൽ സമാധാനമില്ലല്ലോ എന്ന്. മോളെ, നീ ചിന്തിക്കൂ, സമാധാനത്തിന് കേടുവരത്തക്കവണ്ണം നീ തെറ്റായ ചുവടുവെപ്പ് എടുത്തു പോയിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. മകനെ, നീ ചിന്തിക്കൂ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബ സമാധാനം കെട്ടുപോകത്തക്കവണ്ണം ഏതെങ്കിലും തെറ്റായ സ്റ്റെപ്സ് ഞാൻ എടുത്തു പോയിട്ടുണ്ടോ? തെറ്റായ വഴിയിലേക്ക് നീങ്ങിയിട്ടുണ്ടോ? അബ്രഹാം മിസ്രൈമിലേക്ക് പോയത് മൂലം പറ്റിയത് കുടുംബ സമാധാനം നഷ്ടപ്പെട്ടു. 1, അബ്രഹാമിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു, അബ്രഹാമിൻ്റെ സമയം നഷ്ടപ്പെട്ടു, അബ്രഹാമിൻ്റെ സാക്ഷി നഷ്ടപ്പെട്ടു, അബ്രഹാമിൻ്റെ ബന്ധം നഷ്ടപ്പെട്ടു. 6-മത്തെ കാര്യം, ദൈവത്തിന് സ്തോത്രം, അബ്രഹാമിൻ്റെ കുടുംബ സമാധാനം നഷ്ടപ്പെട്ടു. 7-മത്തെ കാര്യം, ദൈവത്തിന് സ്തോത്രം, അത് വളരെ സങ്കടകരമായി പോയി. അബ്രഹാമിൻ്റെ സഹോദരപുത്രനായ ലോത്തിനെ നഷ്ടപ്പെട്ടു. അവിടെ പോയതോടുകൂടി ലോത്തുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതോടുകൂടി ലോത്ത് തന്നെ ആത്മാവിൽ നഷ്ടപ്പെട്ടു. ലോത്ത് തന്നെ അബ്രഹാമിന് കൈമോശം വന്നുപോയി. അബ്രഹാമിന് ഒരിക്കൽ സംഭവിക്കരുതായിരുന്നു. സഹോദരങ്ങളെ, നാം മൂലം ഒരാത്മാവ് നഷ്ടപ്പെടരുത്. നാം മൂലം ഒരാത്മാവ് അവിശ്വാസിയായി തീരേണ്ട വരരുത്. നമ്മുടെ ഒരു വാക്ക് മൂലം, നമ്മുടെ ഒരു ചെയ്തി മൂലം, നമ്മുടെ ഒരു നോട്ടം മൂലം ഒരാത്മാവിന് കേടുവരരുത്. ഓർത്തുകൊള്ളുക, കഴിവുള്ളിടത്തോളം ഉപകാരം ചെയ്തു കൊള്ളുക, സാധിക്കുന്നിടത്തോളം ഉപകാരം ചെയ്തു കൊള്ളുക, എത്രത്തോളം സഹായിക്കാമോ അത്രത്തോളം സഹായിച്ചു കൊള്ളുക. പ്രിയപ്പെട്ടവരെ, നാം മൂലം ഒരു തെറ്റായ ഒരു ചിന്താഗതി വരാനിട വരരുത്, തെറ്റായ നഷ്ടം വരാനിട വരരുത്, തെറ്റായ ഒരു വഴിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർ പോകാനിട വരരുത്. നിങ്ങളുടെ മക്കൾ പോകുന്നത് എങ്ങോട്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ നാളുകളിൽ എൻ്റെ ഹൃദയത്തിൽ തിങ്ങി വരുന്നൊരു കാര്യമാണ് ഈ പറയുന്നത്. കാരണം നാനാ ദേശങ്ങളിൽ നിന്ന് നമ്മുടെ ടി വിയിലെ പ്രസംഗം കേട്ടതിന് ശേഷം പലരും വിളിക്കുന്നു,
സാറേ ഒന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ മോൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. സാറേ ഒന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ മോനെ ഞാൻ ആറ്റുനോറ്റ് വളർത്തിയതാണ്. ഒരു പ്രായം വരെ നല്ലപോലെ പഠിച്ചിരുന്നു. ഇപ്പോൾ അവന് ചില കൂട്ടുകെട്ടുകളിലാണ്. എൻ്റെ സാറേ അവൻ ടി വിയുടെ മുമ്പിൽ നിന്ന് മാറില്ല, അവൻ കമ്പ്യൂട്ടർ മുമ്പിൽ നിന്ന് മാറുകയില്ല, അവൻ വേണ്ടാത്ത പടങ്ങൾ കാണുകയാണ്. സാറേ ഒന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ സാറേ എൻ്റെ മോളുടെ ബാഗിൽ നിന്ന് ചില ചീത്ത പടങ്ങൾ കിട്ടി. എൻ്റെ മോളുടെ ബാഗിൽ നിന്ന് സാറേ എങ്ങനെ ഞാൻ തുറന്നു പറയും? അവളുടെ ബാഗിൽ നിന്ന് ചില ലവ് ലെറ്റേഴ്സ് കിട്ടി. സാറേ അവളത് എന്നോട് പറഞ്ഞില്ല. സാറ് പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ടല്ലോ മോള് അമ്മയോടെല്ലാം തുറന്നു പറയണമെന്ന്. പക്ഷേ അവൾ എന്നോട് പറഞ്ഞില്ല സാറേ. അവൾ എന്നും കൂട്ടായ്മയ്ക്ക് വരുന്നവളാണ്, പക്ഷേ അവൾ എന്നോട് പറഞ്ഞില്ല. ചില അമ്മമാർ വിളിച്ച് പറയുന്നു, കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ചില അപ്പന്മാർ വിളിച്ച് പറയുന്നു, സഹോദരങ്ങളെ നിങ്ങളുടെ മക്കൾ എങ്ങോട്ട് പോകുന്നു? മക്കൾ നാശത്തിലേക്ക് പോകുന്നു. മക്കൾ നാശത്തിലേക്ക് പോകുന്നെങ്കിൽ അതിന് ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട് എന്ന് ഞാൻ വിനയപൂർവ്വം നിങ്ങളെ അറിയിക്കട്ടെ. മക്കൾ നാശത്തിലേക്ക് പോകുന്നെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്വം നിങ്ങളുടെ തലമേലിരിക്കുകയാണ്. എൻ്റെ സ്നേഹിതരെ, നിങ്ങൾക്ക് നഷ്ടങ്ങൾ പറയാനുണ്ട്. നഷ്ടങ്ങൾ ധാരാളം എണ്ണി എണ്ണി പറയാനുണ്ട്. തിരികെ യാത്ര ചെയ്യുക. ഒരിക്കൽ സഞ്ചരിച്ചു പോന്ന അനുഗ്രഹത്തിൻ്റെ ഒരു വഴിയുണ്ട്. ആ വഴിയിലേക്ക് നിങ്ങൾ തിരികെ പോരുക. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങളോട് പറയട്ടെ, ജീവനുള്ള ദൈവം, കരുണയുള്ള കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ തരും. നഷ്ടപ്പെട്ട സ്നേഹബന്ധങ്ങൾ തിരികെ പ്രാപിക്കാം, നഷ്ടപ്പെട്ട വിശുദ്ധി തിരികെ പ്രാപിക്കാം, നഷ്ടപ്പെട്ട ബന്ധങ്ങൾ യഥാസ്ഥാനപ്പെട്ട് കിട്ടും. പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെട്ട സൗകര്യങ്ങളും നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടും. കരുണയുള്ള കർത്താവ് തിരികെ തരാമെന്ന് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ചതഞ്ഞോടാ ഞാൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തു കളയുമില്ല എന്ന് കരുണയുള്ള കർത്താവ് കൽപ്പിക്കുന്നു. നിനക്കിന്ന് വിട്ടുകൊടുക്കാൻ മനസ്സുണ്ടോ? ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഒന്നും നീ ചെയ്യണ്ട, 10 പൈസ നീ മുടക്കണ്ട, നീ സഭ മാറണ്ട, സമുദായം മാറണ്ട, നിന്റെ പള്ളി മാറണ്ട. ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നിന്റെ ഹൃദയം ക്രിസ്തുവിന് കൊടുക്കുക. കർത്താവേ, തെറ്റുപറ്റിപ്പോയി, നഷ്ടങ്ങൾ വന്നുപോയി, അബദ്ധങ്ങൾ സംഭവിച്ചു പോയി, എൻ്റെ ജീവിതത്തിൽ പിന്മാറ്റം വന്നുപോയി. നാഥാ, എനിക്കൊരു പ്രാവശ്യത്തേക്ക് നീ മാപ്പ് തരികയില്ലയോ? ഒരു പ്രാവശ്യത്തേക്ക് നീ എനിക്ക് ക്ഷമ തരികയില്ലയോ? ഒരു പ്രാവശ്യത്തേക്ക് നീ എന്നെ സ്വീകരിക്കുകയില്ലയോ? കർത്താവേ, ഇന്ന് നീ എന്നെ സ്വീകരിച്ചു എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് തന്നാൽ ഇന്ന് ഞാൻ എൻ്റെ കർത്താവിനോട് പറയുകയാണ്, എൻ്റെ ആയുസ് എന്നേക്കും നിൻ്റേത് മാത്രമായിരിക്കും. ഹല്ലേലൂയ. എൻ്റെ ആയുസ് എന്നേക്കും എൻ്റെ യേശുവിൻ്റേത് മാത്രമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരും. ക്രിസ്തു വരുമ്പോൾ എല്ലാം സമാധാനം, ക്രിസ്തു വരുമ്പോൾ എല്ലാം ശാന്തി. ക്രിസ്തു തൻ്റെ രക്തത്താൽ നിങ്ങളെ കഴുകും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ രക്തം നിങ്ങളെ കഴുകും. ആ തിരക്തം നിങ്ങളുടെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം ക്ഷമിക്കും. എല്ലാം ക്ഷമിക്കും പ്രിയരെ, എല്ലാം പൊറുക്കും പ്രിയരെ. ഏതെല്ലാം തെറ്റുകൾ വന്നെങ്കിലും, എന്തെല്ലാം അബദ്ധങ്ങൾ പറ്റിപ്പോയെങ്കിലും, എന്തെല്ലാം അവിവേകങ്ങൾ വന്നുപോയെങ്കിലും എല്ലാം ക്ഷമിക്കും. ഓ സ്നേഹം, സ്നേഹം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം.